ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു, അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാൻ സാധിച്ചില്ല. ഓക്കെ, എനിവേ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ടാണ്. അതേസമയം ഇത് പല ആളുകൾക്കും ഒരു ഡൗട്ടാണ്, അതല്ലെങ്കിൽ അവർക്കത് ഓർത്തു വെക്കാൻ ഭയങ്കര പ്രയാസമാണ്. അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ഇവൻ പഠിച്ചു തുടങ്ങിയ ആദ്യകാലത്ത് ഇവൻ എനിക്കും അത് കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് ഇതെന്താ അങ്ങനെ അതെങ്ങനെ അത് ഓർത്തിരിക്കും എന്നൊക്കെ ഞാനും ഓർത്തിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു ഇന്ന് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാറുണ്ട്. അപ്പൊ നമ്മള് ഈ പീഡിയാട്രിക്സ് പറയുമ്പോൾ പീഡിയാട്രിക്സ് കാർഡിയോളജി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ന് നമുക്കറിയാം. അതിനകത്ത് തന്നെ രണ്ട് തരത്തിൽ നമ്മൾ സയനോട്ടിക് ഹാർട്ട് ഡിസീസ് ആൻഡ് എസയനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞ് രണ്ട് തരത്തിലുള്ള പേരുകൾ കേൾക്കാറുണ്ട്. പിന്നെ അതുപോലെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ സൈനോട്ടിക് ഹാർട്ട് ഡിസീസസ് ഉണ്ട്, കുറെ എസയനോട്ടിക് ഹാർട്ട് ഡിസീസസ് ഉണ്ട്. അപ്പൊ ഇതെന്താ ഇത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ ഓർത്തിരിക്കും, എങ്ങനെ അറിയും ഏതാണ് സൈനോട്ടിക് ഏതാണ് എസയനോട്ടിക് എന്ന് എങ്ങനെ അറിയും എന്നൊക്കെ പല ആളുകൾക്കും സംശയമുണ്ട്, അല്ലെ? എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തുമൊക്കെ പലരോടും നമ്മൾ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുമ്പോൾ പലർക്കും ഇതിന് ഉത്തരം അറിയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതൊരു ബേസിക് ഒരു ഇൻഫർമേഷനാണ്. അപ്പൊ ഈ ഒരു ബേസിക് ഇൻഫർമേഷൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ കാർഡിയോളജി, എസ്പെഷ്യലി പീഡിയാട്രിക് കാർഡിയോളജി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ചോദ്യങ്ങൾക്കും നമുക്ക് വളരെ ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് പോകാം. ഇവിടെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്, അല്ലാതെ പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാർഡിയാക് കണ്ടീഷനെ പറ്റിയല്ല. ഇവിടെ ഞാൻ പറയുന്നത് നമ്മളുടെ വാട്ട് ഡു യു മീൻ ബൈ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ആൻഡ് വാട്ട് ഈസ് എസയനോട്ടിക് ഹാർട്ട് ഡിസീസ്. ഓക്കെ, അപ്പൊ അതിന് ഫസ്റ്റ് നമുക്കറിയണം വാട്ട് ഈസ് സൈനോസിസ്. സൈനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനോസിസ് എന്ന് പറഞ്ഞാൽ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദി സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. ഓക്കെ, ഒരു ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. അതായത് നമ്മളുടെ സ്കിന്നിന്റെ ഏത് ഭാഗവുമാകാം, സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിനിൽ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഉണ്ടാകുന്നതിനെയാണ് സൈനോസിസ് എന്ന് പറയുന്നത്. സയനോ എന്നുള്ള ആ വാക്ക് ഒരു ബ്ലൂ കളറിനെ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ സൈനോയിൽ വെച്ച് തുടങ്ങുന്ന പല സാധനങ്ങൾ, ചില പിഗ്മെന്റിന്റെ പേരുകളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല, അതൊക്കെ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല. അപ്പൊ ഈ സൈനോസിസ് എന്ന് പറഞ്ഞാൽ ഒരു നീല കളർ ഡിസ്കളറേഷൻ, അതൊരു നോർമൽ കളർ അല്ല, നീല കളർ ഉണ്ടാകുന്നത് നമുക്കറിയാം. ഒരു ന്യൂ ബോൺ ഒക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് സൈനോസിസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിന് ഈ സൈനോസിസ് തന്നെ പലതരത്തിലുണ്ട്. എല്ലാ സൈനോസിസും കുഴപ്പമാണ് എന്നർത്ഥമില്ല. പെരിഫറൽ സൈനോസിസ്, നമ്മൾ ഒരു ന്യൂ ബോൺ ഒക്കെ ഉണ്ടായി ഉടനെ നമ്മളെ അബ്ഗാർ സ്കോറിംഗ് ഒക്കെ ഉണ്ട്, നമ്മൾ ന്യൂ ബോണിനെ അസസ് ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ നമ്മൾ പറയും പെരിഫറൽ സൈനോസിസ്. പെരിഫറൽ സൈനോസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സ്ട്രിമിറ്റീസ്, കൈയും കാലും ഒക്കെ കുറച്ച് ചെറിയ തോതിൽ സൈനോസ്ഡ് ആയിട്ട് ഇരിക്കാം. അതിനെ നമ്മൾ പറയുന്ന പേരാണ് പെരിഫറൽ സൈനോസിസ് എന്ന് പറയും. അപ്പൊ ഈ സൈനോസിസ് എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ ആണ്. അപ്പോൾ ഒരു ന്യൂബോൺ ഉണ്ടായ ഉടനെ ന്യൂബോണിന്റെ പെരിഫറിയിലേക്കൊന്നും ഈ ബ്ലഡ് സപ്ലൈ എത്തിയിട്ടുണ്ടായിരിക്കത്തില്ല. കൃത്യമായിട്ട്, വളരെ തീരെ ഇല്ലെന്നല്ല, വളരെ കൃത്യമായിട്ട് എത്തിയിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ചിലപ്പോൾ കുറച്ച് ഈ വിരലിന്റെ അറ്റവും കാലിന്റെ വിരലിന്റെ അറ്റവും ഒക്കെ കുറച്ചൊരു ഡിസ്കളറേഷൻ ഉണ്ടാകാം. പക്ഷെ സാധാരണഗതിയിൽ ആസ് ദ ന്യൂ ബോൺ ബേബി ക്രൈസ്, കൊച്ചു പെട്ടെന്ന് കരഞ്ഞ് ഒരു വിത്തിൻ 5 minutes. അപ്പോൾ അത് നമ്മൾ അബ്ഗാർ സ്കോറിങ് നമ്മൾ 1 minute-ലും 5 minute-ലും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 1 minute നോക്കുമ്പോൾ കുറച്ചൊരു പെരിഫറൽ സൈനോസിസ് ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യും. 5 minutes സാധാരണഗതിയിൽ അതും ഒരു നല്ല പിങ്ക് കളറിലേക്ക് വരാറുണ്ട്. നമ്മൾ പറയും നോ പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഈ പെരിഫറൽ സൈനോസിസ് ഇങ്ങനത്തെ കേസുകളിൽ വലിയ കുഴപ്പക്കാരനല്ല. പക്ഷെ ചില കേസിൽ വീണ്ടും ഇപ്പോൾ പെരിഫറൽ സൈനോസിസ് അങ്ങനെ പെർസിസ്റ്റ് ചെയ്യുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ കാരണം എന്നൊക്കെ കണ്ടുപിടിക്കണം. കാരണം ഇതാണ് അതിന്റെ റീസൺ. ഓക്കെ, ഇതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. സൈനോസിസ് ഉണ്ടാകുന്നത്, സൈനോസിസ് ഒരിക്കലും നോർമൽ അല്ല. സൈനോസിസിന്റെ കാരണം എന്ന് പറയുന്നത് ഒരു
ലാക്ക് ഓഫ് ബ്ലഡ് സപ്ലൈ. അപ്പൊ പ്രധാനമായിട്ട് ഒരു പെരിഫറിയിലോട്ടൊക്കെയാണ് ബ്ലഡ് സപ്ലൈ കുറയാനുള്ള സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അതേസമയം ചിലപ്പോൾ നമ്മൾ പറയും സെൻട്രൽ സൈനോസിസ്. സെൻട്രൽ സൈനോസിസ് എന്ന് വെച്ചാൽ സെൻട്രൽ നമ്മുടെ ബോഡി നമ്മുടെ എക്സ്ട്രിമിറ്റീസ് അല്ലാതെ സെൻട്രൽ പോർഷൻസിൽ സെൻട്രൽ പോർഷൻസിൽ സൈനോസിസ് ഉണ്ടായാൽ ദാറ്റ് ഈസ് സംതിങ് അബ്നോർമൽ. അതിനെ നമ്മൾ അങ്ങനെ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ മെയിനായിട്ടും നമ്മൾ ഇപ്പൊ സൈനോസിസ് നമ്മൾ നോട്ടീസ് ചെയ്യുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മളുടെ ചുണ്ടൽ, ന്യൂബോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആരുമായിക്കോട്ടെ സെൻട്രൽ സൈനോസിസ്, ചുണ്ട് ഒക്കെ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ വരുന്നാൽ, അതുപോലെ മുഖത്തോ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലൊക്കെ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ. അപ്പൊ ഈ ചുണ്ടയിലൊക്കെയാണ് നമുക്കത്, ചുണ്ടും അതുപോലെ വായ, നാക്ക് ഒക്കെ ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും അല്ലെ. അപ്പോൾ അത് എപ്പോഴും അബ്നോർമൽ തന്നെയാണ്. അപ്പൊ ഈ പെരിഫറൽ സൈനോസിസും സെൻട്രൽ സൈനോസിസും എന്താണെന്നൊന്ന് ഓർത്തു വെക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഏരിയയിലേക്ക് പോകാം, സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. അപ്പൊ ഈ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് because of that cardiac disease, patient develops cyanosis. അപ്പൊ അത് പെരിഫറൽ സൈനോസിസ് ആകാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ സീരിയസ് കണ്ടീഷൻ ആണെങ്കിൽ സെൻട്രൽ സൈനോസിസ് ആകാം. ഓക്കെ, അപ്പൊ സൈനോസിസ് ഉണ്ടാകുന്നത് എപ്പോൾ? ഇനി അതുപോലെ സൈനോട്ടിക് എന്ന് പറഞ്ഞാൽ സൈനോസിസ് ഇല്ല. അപ്പൊ ഈ പേരിനകത്തും തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഈ ഹാർട്ട് ഡിസീസിൽ തന്നെ സൈനോസിസ് ഉണ്ടാകുന്ന ഹാർട്ട് ഡിസീസസും ഉണ്ട്, സൈനോസിസ് ഉണ്ടാകാത്ത ഹാർട്ട് ഡിസീസസും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി എന്തുകൊണ്ടാണ് സൈനോസിസ് ഉണ്ടാകുന്നത് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഒരു ഫീറ്റൽ സർക്കുലേഷൻ്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കാണുകയാണെങ്കിൽ നമുക്ക് ഈ ഫീറ്റസിന്റെ സർക്കുലേഷനുള്ള ചില ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഉണ്ട്. അതിന് ഒരു ന്യൂബോൺ അല്ലെങ്കിൽ സൂൺ ആഫ്റ്റർ ബർത്ത് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ജസ്റ്റ് നിങ്ങൾക്കൊരു ക്ലൂ ഞാൻ തരാം. ഈ ഫീറ്റൽ സർക്കുലേഷനിൽ നമ്മളുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട്, ഞാൻ വിത്ത് എ പിക്ചർ ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ഈ പടത്തിനകത്ത് വന്നിരിക്കുന്ന ഇതൊരു സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള ഒരു പിക്ചർ ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡയഗ്രമാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു റൈറ്റ് സൈഡ് ഉണ്ട്, ഒരു ലെഫ്റ്റ് സൈഡ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, റൈറ്റ് സൈഡിൽ. ഓക്കെ, അപ്പൊ ഈ പടത്തിനകത്തും തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ലെഫ്റ്റ് സൈഡ് always deals with oxygenated blood, right side always deals with deoxygenated blood. ഓക്സിജൻ ഇല്ലാത്ത അല്ലെങ്കിൽ ഓക്സിജൻ കുറവുള്ള, ഓക്സിജൻ ഇല്ലാത്ത എന്ന് പറയാൻ പറ്റത്തില്ല, ഓക്സിജൻ കുറവുള്ളത്. ഇത് ഓൾമോസ്റ്റ് ഫുൾ ഓഫ് ഓക്സിജൻ ബ്ലഡ്, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണെന്ന് പറയും. അപ്പൊ ഇവിടുന്നാണ് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് നമ്മുടെ ബോഡിയിലേക്കൊക്കെ ബ്ലഡ് സപ്ലൈ പോകുന്നത് റൈറ്റ് സൈഡിലേക്ക്, എന്നിട്ട് അത് തിരിച്ച് റൈറ്റ് സൈഡിൽ വരുന്നു. ഓക്കെ, അപ്പൊ ആ സർക്കുലേഷൻ ഒക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് കാണുക. ഇനി ഒരു ഫീറ്റൽ ലൈഫിൽ ഇങ്ങനെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ, ഫീറ്റൽ സർക്കുലേഷനിൽ ഈ റൈറ്റ് സൈഡിലേക്കാണ് പ്ലാസന്റയിൽ കൂടെ ബ്ലഡ് വരുന്നത് ഓൾറെഡി. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിലേക്കാണ് ഓൾറെഡി ബ്ലഡ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. അറ്റ് ദ സെയിം ടൈം ഈ റൈറ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് ഏട്രിയത്തിനും ഇടയ്ക്ക് ഒരു ചെറിയൊരു ആ സെപ്റ്റത്തിൽ ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിനകത്തൂടെ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ബ്ലഡ് പോകുന്നു. ഓക്കെ, അപ്പൊ ഇത് അമ്മയുടെ കയ്യിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ പ്ലാസന്റ വഴി വരുന്ന ഈ ബ്ലഡ്, I'm talking about fetal circulation, please don't forget that. Okay, അപ്പം fetal circulationൽ ഈ റൈറ്റ് സൈഡിലേക്ക് വരുന്ന ബ്ലഡ് ഓൾമോസ്റ്റ് ഓക്സിജനേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ സാധാരണ പറയുന്ന ഒരു 90% ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ഈ റൈറ്റ് സൈഡിലേക്ക് വരുന്നത്. അവിടുന്ന് അത് ലെഫ്റ്റ് സൈഡിലേക്കും പോകുന്നു, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നു. അറ്റ് ദ സെയിം ടൈം ഇത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നു, ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾ, അവിടുന്ന് ജനറൽ സർക്കുലേഷൻ.
ഓക്കെ, അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും ഈ ജനറൽ സർക്കുലേഷനിൽ പോയിട്ട് അത് തിരിച്ച് ഇങ്ങോട്ട് വരികയല്ല ചെയ്യുന്നത്. ഇത് ഇവിടുന്ന് തിരിച്ച് പ്ലാസന്റയിലേക്ക് അംബലിക്കൽ ആർട്ടറീസ്, ദർ ആർ 2 അംബലിക്കൽ ആർട്ടറീസ്, ആ അംബലിക്കൽ ആർട്ടറീസ് വഴി തിരിച്ച് അമ്മയുടെ ബ്ലഡിലേക്ക് അല്ലെങ്കിൽ അമ്മയുടെ ബോഡിയിലേക്ക്, അമ്മയുടെ ബ്ലഡിലേക്ക് എന്ന് പറയാൻ പാടില്ല, പ്ലാസന്റയിലേക്ക് തിരിച്ചു പോകുന്നു. പിന്നെ അത് അമ്മയുടെ വീനസ് സർക്കുലേഷൻ വഴി അമ്മയുടെ സർക്കുലേഷനിലേക്ക് അതങ്ങ് തിരിച്ചു പോവുക ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻഫീറ്റൽ ലൈഫ് സംഭവിക്കുന്നത്. ഇവിടെ ഞാൻ ഇത് ഇപ്പൊ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫീറ്റൽ സർക്കുലേഷനിൽ ഇങ്ങനെ ഒരു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സർക്കുലേഷൻ എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല എന്ന കാര്യം. ഇനി വൺസ് ദ ബേബി ഈസ് ബോൺ, ഈ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും തമ്മിലുള്ള എല്ലാ അബ്നോർമൽ കണക്ഷൻസ്, അതിനെ അബ്നോർമൽ എന്ന് ഫീറ്റൽ ലൈഫിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ഇത് പെർസിസ്റ്റ് ചെയ്താൽ നമ്മൾ പറയാതെ അബ്നോർമൽ ആണെന്ന് പറയും ആഫ്റ്റർ ബർത്ത്. അപ്പം ആഫ്റ്റർ ബർത്ത് അത് പെർസിസ്റ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു അബ്നോർമൽ കണക്ഷന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ ബിറ്റ്വീൻ ദ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയം ഒരു foramen ovale എന്ന് പറയുന്ന ഒരു അബ്നോർമൽ ഓപ്പണിംഗ്, അത് ഫീറ്റൽ ലൈഫിൽ അത് നോർമൽ ആണ്. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡിന് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അവിടെ നോർമൽ ആണ്. പക്ഷെ ആഫ്റ്റർ ബർത്ത് ഓഫ് ദ ബേബി നമ്മൾ അവിടെ ഒരു when the baby cries, ഓക്സിജൻ ഈസ് പുഷ്ഡ് ഇൻസൈഡ് ദ ലങ്സ്. അപ്പോൾ ഓക്സിജൻ അകത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഈ നമ്മുടെ ലങ്സ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ ലങ്സിന് ചുറ്റുമുള്ള പൾമനറി വെയിൻസിന്റെ എന്നുള്ള ക്യാപ്പിലറീസ് എല്ലാം എക്സ്പാൻഡഡ് ആകുന്നു. അപ്പൊ അവിടെ ഒരു ഇൻക്രീസ്ഡ് പ്രഷർ വരുന്നു. അപ്പൊ ആ പ്രഷർ, increase in pressure will increase pressure in the left atrium. അപ്പൊ കാരണം പൾമനറി വെയിൻസ് വന്ന് എൻഡ് ചെയ്യുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലാണ്. ഓക്കെ, അപ്പൊ ഈ പൾമനറി വെയിൻസിൽ പ്രഷർ കൂടിയാൽ ലെഫ്റ്റ് ഏട്രിയത്തിൽ പ്രഷർ കൂടും. സ്വാഭാവികമായിട്ട് ലെഫ്റ്റ് സൈഡിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഒരു സാധാരണ ഒരു അഡൾട്ടിന് എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിലാണ് പ്രഷർ കൂടുതൽ. ഓക്കെ, ലെഫ്റ്റ് സൈഡിലാണ് പ്രഷർ കൂടുതൽ. അപ്പൊ അതിന് പല കാരണങ്ങളുണ്ട്. ലെഫ്റ്റ് സൈഡ്, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ബ്ലഡ് പമ്പ് ചെയ്ത് അങ്ങ് നമ്മുടെ കാലിന്റെ വിരലിന്റെ അറ്റം വരെ എത്തണം. ഓക്കെ, അതേസമയം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പമ്പ് ചെയ്താൽ ലങ്സ് വരെ എത്തിയാൽ മതി. ഓക്കെ, പിന്നെ അപ്പൊ ഇതൊക്കെയാണ് അവിടെ. അപ്പൊ നോർമലി നാച്ചുറലി ലെഫ്റ്റ് സൈഡിലാണ് പ്രഷർ കൂടുതൽ. ആ പ്രഷർ കൂടുതൽ ഉണ്ടാകുന്നത് അറ്റ് ബർത്ത് വെൻ ദ ബേബി ക്രൈസ്. അപ്പൊ അത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു അക്കറൻസ് ആണ്, അതങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ, അപ്പൊ ഇതുവരെ ഡ്യൂറിങ് ഫീറ്റൽ ലൈഫ് ഈ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കായിരുന്നു ബ്ലഡ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഇവിടെ സ്റ്റോപ്പായി. കാരണം എന്താ, ഈ ലെഫ്റ്റ് സൈഡിലെ പ്രഷർ കൂടിക്കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രഷർ കൂടുതലാണ്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ബ്ലഡിന് പോകാൻ പറ്റത്തില്ല, അല്ലെ, അവിടെ ഒരു പ്രഷർ കൂടുതൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് പോകുന്നില്ല. പിന്നെ അത് മാത്രമല്ല, അവിടെ ഒരു ഫങ്ഷണൽ ക്ലോഷർ സംഭവിക്കണം. ഫങ്ഷണൽ ക്ലോഷർ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയാൻ കാര്യം, ഒരു അനാറ്റമിക്കൽ ക്ലോഷർ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ ക്ലോഷർ പെട്ടെന്ന് അവിടെ നടക്കുന്നില്ല. ഓക്കെ, അത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒക്കെയാണ് അവിടെ ഒരു അനാറ്റമിക്കൽ ക്ലോഷർ നടക്കുന്നത്. അപ്പോൾ ചില കേസിൽ അങ്ങനെ ഒരു ക്ലോഷർ നടക്കുന്നില്ല. അപ്പൊ അവിടെ നമ്മൾ പറയും ഈ foramen ovale ഇങ്ങനെ അവിടെ ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ foramen ovale എവിടെ ഇരിക്കുന്നത്? ഇൻ ദ സെപ്റ്റം ബിറ്റ്വീൻ ദ 2 ഏട്രിയ. അപ്പൊ ഈ ഏട്രിയൽ സെപ്റ്റത്തിലാണ് ഈ foramen ovale ഇരിക്കുന്നത്. അപ്പൊ അവിടെ ഈ foramen ovale അങ്ങനെ തുറന്നിരുന്നാൽ, ഇപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു നോർമലി ഒരു അഡൾട്ടിന് അല്ലെങ്കിൽ ആഫ്റ്റർ ബർത്ത് പിന്നെ നമ്മൾ അതിനെ ഒരു ബേബി ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, അല്ലെ, ഫീറ്റസ് അല്ല. പിന്നെ ഇനി നമ്മൾ കോൾ ഹിം ഓർ ഹർ ആസ് ബേബി. അപ്പോൾ ഒരു ബേബി ആയി കഴിഞ്ഞാൽ പിന്നെ നോർമൽ നമ്മളുടെ എല്ലാവരുടെയും പോലെയുള്ള സാധാരണ സർക്കുലേഷൻ ആണ്. അപ്പോൾ അവിടെ ഈ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. ഓക്കെ, കണക്ഷൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കണക്ഷൻസ് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർട്ട് ഡിസീസസിലേക്കൊക്കെ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു കണക്ഷൻ അവിടെ നിന്നാൽ എന്ത് സംഭവിക്കും? അവിടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഓർക്കുക, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകത്തില്ല, ഒരു സൈഡിലേക്ക് മാത്രം. അത് ഏത് സൈഡിലേക്കാണ്? ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ആയിരിക്കും ബ്ലഡ് പോകാൻ
ഇനി അങ്ങനെ അതവിടെ ഓപ്പൺ ആയിട്ടിരുന്നാൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് എപ്പോഴും ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്കായിരിക്കും പോകുന്നത്. ഇനി അങ്ങനെ പോകുമ്പോഴുള്ള ഒരു വാട്ട് ക്യാൻ ഹാപ്പൻ, അല്ലെങ്കിൽ അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഫക്റ്റ് എന്താ? ഈ ലെഫ്റ്റ് സൈഡിലുള്ള ബ്ലഡ് എന്ന് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ഓക്കെ, ഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പൊ ഈ ബ്ലഡ് ഇങ്ങോട്ട് റൈറ്റ് ഏട്രിയത്തിലേക്ക് വന്നാൽ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് പിന്നെ ബ്ലഡ് പോകുന്നത് റൈറ്റ് വെൻട്രിക്കിളിലേക്കും, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്കും ഓക്സിജനേഷന് വേണ്ടിയിട്ടാണ് അത് പോകുന്നത്. അവിടുന്ന് വീണ്ടും ഓക്സിജനേറ്റഡ് ആയിട്ട് ലങ്സിൽ നിന്ന് വീണ്ടും ഓക്സിജനേറ്റഡ് ആയിട്ട് തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ് ഈ ബ്ലഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്ലഡ് ഇത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ഓൾറെഡി. അതാണ് ഇങ്ങോട്ട് റൈറ്റ് ഏട്രിയത്തിലേക്ക് ഒരു അബ്നോർമൽ ആയിട്ട് ഇവിടെ ഈ ഫൊറാമിനോവെയിൽ അല്ലെങ്കിൽ അതുപോലെ അവിടെ ഏത് ഈ ഫൊറാമിനോവെയിൽ അല്ലാതെ വേറെയും അവിടെ ഡിഫക്റ്റ് ഉണ്ടാകാം. അതിനെ പറയുന്ന പേര് ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ് എന്നാണ്, അല്ലെങ്കിൽ ASD എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ASD ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ആണ് ബ്ലഡ് ഷണ്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സൈനോസിസിന് സാധ്യതയില്ല. കാരണം എന്താണ്? ഇവിടെയുള്ള ബ്ലഡ് ആണ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പൊ ഈ റൈറ്റ് സൈഡിലുള്ള ഈ നീല കളറിൽ കാണുന്ന ഈ ബ്ലഡ് ജനറൽ സർക്കുലേഷനിൽ ചെന്നാൽ മാത്രമേ ഉള്ളൂ സൈനോസിസ് ഉണ്ടാകത്തുള്ളൂ. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്നുള്ള ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇങ്ങോട്ട് ഷണ്ട് ചെയ്യുന്നു, എന്നിട്ട് ഇത് ലങ്സിലേക്ക് പോയിട്ട് ഓക്സിജനേറ്റഡ് ആയി വീണ്ടും തിരിച്ചിങ്ങോട്ട് വരുന്നു. അപ്പൊ ഇവിടെ നിന്നുള്ള ബ്ലഡ് ജനറൽ സർക്കുലേഷനിൽ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ഈ സെയിം സംഭവം തന്നെയാണ് നമ്മളുടെ ഇവിടെ ഈ അയോർട്ടയ്ക്കും പൾമനറി ആർട്ടറിക്കും ഇടയ്ക്ക് ഒരു കണക്ഷൻ. അത് ഫീറ്റൽ ലൈഫിലാണ്. ഫീറ്റൽ ലൈഫിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ പറയുന്ന പേര് ഡക്ടസ് ആർട്ടീരിയോസസ് എന്നാണ്. അത് ഫീറ്റൽ ലൈഫിൽ ദാറ്റ് ഈസ് നോർമൽ, ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ ആ കണക്ഷനിൽ കൂടെ ഈ പൾമനറി ആർട്ടറി എന്ന് പറയുന്നത് വിച്ച് അറൈസസ് ഫ്രം ദി റൈറ്റ് വെൻട്രിക്കിൾ എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഫീറ്റൽ ലൈഫിൽ ഈ പൾമനറി ആർട്ടറിയിൽ നിന്ന് അയോർട്ടയിലേക്കാണ് ബ്ലഡ് ഷണ്ടിങ് നടക്കാറുണ്ട്. അപ്പൊ അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ പ്ലാസന്റയിൽ നിന്ന് വരുന്ന ബ്ലഡിന്റെ ഒരു സിംഹഭാഗവും അല്ലെങ്കിൽ ഒരു വളരെ വലിയ ഒരു ഭാഗവും ജനറൽ സർക്കുലേഷൻ വഴി ബോഡിയിലേക്ക് പോവുകയാണ്. ഈ പൾമനറി ആർട്ടറി എങ്ങോട്ടാ പോകുന്നത്? ലങ്സിലേക്കാണ് പോകുന്നത്. അപ്പൊ ലങ്സിന് നമുക്കറിയാം, ഒരു ഫീറ്റസ് അത് പുറത്ത് വന്ന് കരയാൻ തുടങ്ങുമ്പോൾ മുതലേ ലങ്സിന് ജോലിയുള്ളൂ. അപ്പൊ അതുവരെ ലങ്സിന് വലിയ ജോലിയൊന്നുമില്ല. ലങ്സിൽ ഓക്സിജനേഷനും ഒരു ജോലി അവിടെ നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലങ്സിന് ജസ്റ്റ് ഒന്ന് വളരാൻ വേണ്ട കുറച്ച് ബ്ലഡ് മാത്രം അങ്ങോട്ട് പോയാൽ മതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വളരെ ചെറിയൊരളവിലാണ് ഈ പൾമനറി ആർട്ടറിയിൽ കൂടെ ബ്ലഡ് ലങ്സിലേക്ക് പോകുന്നത്. മെജോറിറ്റി ഓഫ് ബ്ലഡ് ഗോസ് ഇൻ ടു ദ ജനറൽ സർക്കുലേഷൻ. അപ്പൊ അതാണ് ഈ ഡക്ടസ് ആർട്ടീരിയോസസിന്റെ ഉപയോഗം ഫീറ്റൽ ലൈഫിൽ. ഇനി വൺസ് ദ ബേബി ഈസ് ബോൺ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ലെഫ്റ്റ് സൈഡിലെ പ്രഷർ ഒക്കെ കൂടുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്നുകൊണ്ടിരുന്ന ഷണ്ടിങ് ക്ലോസ് ആകും. കാരണം എന്താണ്? ഇപ്പൊ ഇനി ആഫ്റ്റർ ബർത്ത് അയോർട്ടയിലാണ് പ്രഷർ കൂടുതൽ, എന്തിനേക്കാളും? പൾമനറി ആർട്ടറിയേക്കാളും. അപ്പൊ അവിടെ വീണ്ടും ഇൻ കേസ് ഈ ഡക്ടസ് ആർട്ടീരിയോസസ് റിമെയിൻസ് പേറ്റന്റ്, അതിന് പറയുന്ന പേരെന്താ? പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ്. ഈ പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ് അത് മറ്റൊരു അബ്നോർമൽ അല്ലെങ്കിൽ ഒരു കാർഡിയാക് ഡിസോർഡർ ആണ്. അതും ഒരു സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് ആണ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഒരു കാരണവശാലും ജനറൽ സർക്കുലേഷനിൽ വരുന്നില്ല. ഓക്കെ, അപ്പൊ ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ജനറൽ സർക്കുലേഷനിൽ വരാത്ത, അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട്, ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് ഷണ്ടിങ് നടക്കുന്ന ഏത് അബ്നോർമാലിറ്റിയിലും സൈനോസിസ് ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ അവിടെയും ഒരു ചെറിയൊരു എക്സെപ്ഷൻ ഉണ്ട്. കുറെ നാൾ കഴിഞ്ഞ് നമ്മളിത് ട്രീറ്റ് ചെയ്യുന്നില്ല, ഈ സംഭവം ഇങ്ങനെ ഇരുന്ന് കുറെ നാൾ കഴിഞ്ഞു കുറച്ച് കൂടുതൽ ഒക്കെ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡ്, ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ലെഫ്റ്റ് സൈഡിലെ ബ്ലഡ്, ലെഫ്റ്റ് സൈഡ് മാനേജ് ചെയ്യേണ്ട ബ്ലഡ് ആണ്, അതാണ് ഈ ചാടി റൈറ്റ് സൈഡിലേക്ക് വരുന്നത്.
അപ്പോൾ റൈറ്റ് സൈഡിന് സ്വാഭാവികമായിട്ടും ജോലി കൂടും. ഓക്കെ, കാരണം ഇത് ഓൾറെഡി ഓക്സിജനേറ്റ് ചെയ്ത് തിരിച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് വിട്ട ബ്ലഡ് ആണ് വീണ്ടും ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ചാടി റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? അവിടുന്ന് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിൽ പോകണം. പിന്നെ ഇത് ഓക്സിജനേഷൻ ചെയ്ത് തിരിച്ച് ഇവിടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വിട്ട് കഴിയുമ്പോൾ അവിടുന്ന് വീണ്ടും തിരിച്ച് ഇങ്ങോട്ട് വരിക. ഓക്കെ, അപ്പൊ അങ്ങനെ കുറച്ച് നാൾ കൊണ്ട് ഈ റൈറ്റ് സൈഡിലെ ജോലി കൂടുന്നു, പ്രഷർ കൂടുന്നു. അപ്പൊ അന്നേരം നമ്മൾ പറയും റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. അവിടെ ഈ റൈറ്റ് വെൻട്രിക്കിൾ, പ്രത്യേകിച്ച് റൈറ്റ് വെൻട്രിക്കിൾ ഒക്കെ അങ്ങോട്ട് ഹൈപ്പർട്രോഫി, എൻലാർജ്മെന്റ് ഉണ്ടാവുന്നു. അപ്പൊ അവിടെ ചിലപ്പോ പതുക്കെ ഇവിടുത്തെ പ്രഷർ കൂടിയിട്ട് ചിലപ്പോൾ ഒരു റിവേഴ്സൽ ഓഫ് ഷണ്ടിങ് ഉണ്ടാകാം. എന്ന് വെച്ചാൽ റൈറ്റ് ടു ലെഫ്റ്റ് സൈഡിലേക്ക് റിവേഴ്സൽ ഓഫ് ഷണ്ടിങ് ഉണ്ടാകാം. അപ്പൊ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ ഈ നമ്മൾ ആദ്യം പറഞ്ഞ എസൈനോട്ടിക് സൈനോസിസ് ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ചില കണ്ടീഷൻസിൽ അതൊരു സിവിയർ സിറ്റുവേഷനിലേക്ക് പോയാൽ അത് സാധാരണ ഉണ്ടാകുന്ന നമ്മളത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാതിരുന്നാലൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്. അങ്ങനെ ഒരു റിവേഴ്സൽ ഓഫ് ഷണ്ടിങ് ഉണ്ടായാൽ സൈനോസിസിനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതല്ലെങ്കിൽ ഈ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ടിങ് അല്ലെങ്കിൽ പൾമിനറി ബ്ലഡ് ഫ്ലോ കൂടുതലാകുന്നു. പൾമിനറി ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ പൾമിനറി ആർട്ടറിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോയാണ് പൾമിനറി ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഇത് സിസ്റ്റമിക് ബ്ലഡ് സപ്ലൈ എന്ന് പറയും. നമ്മൾ ജനറൽ സർക്കുലേഷനിൽ പോകുന്ന അയോർട്ട വഴി പോകുന്നതിന് സിസ്റ്റമിക് സർക്കുലേഷൻ. ഈ പേരുകളൊക്കെ കുറച്ച് പരിചയപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ വായിക്കുമ്പോഴും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴൊക്കെ മനസ്സിലാകാൻ എളുപ്പമുണ്ട്. ഇനി നേരെ തിരിച്ച് വേറെ മറ്റ് ചില കണ്ടീഷൻസ് ഉണ്ട്, ലൈക്ക് ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ്. അവിടെ ഒരു 4 ഡിസോർഡേഴ്സ് ഒരുമിച്ച്, അതുകൊണ്ടാണ് അതിനെ ടെട്രാലോജി എന്നൊക്കെ പറയുന്നത്. 4 ടെട്രാ എന്ന് വെച്ചാൽ 4 ഡിഫക്ട്സ് ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു റൈറ്റ് ടു ലെഫ്റ്റ് ബ്ലഡ് ഫ്ലോ ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഒരു നോർമൽ അവസ്ഥ എന്നല്ല, നമ്മൾ പറഞ്ഞ ചെറിയ ഈ ASD ഏട്രിയൽ സെപ്റ്റൽ ഡിഫക്റ്റ്, അല്ലെങ്കിൽ VSD വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റ്, അല്ലെങ്കിൽ PDA പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസസ്, പിന്നെ അതുപോലെ വേറെ ചില ഒബ്സ്ട്രക്റ്റീവ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. നമ്മളുടെ ഈ അയോർട്ട ഇങ്ങനെ സ്റ്റീനോസ്ഡ് ആയിട്ടിരിക്കുക, നമ്മൾ പറയും ക്വയാർട്ടേഷൻ ഓഫ് അയോർട്ട എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊന്നും സൈനോസിസിന് സാധ്യതയില്ല. ഓക്കെ, കാരണം എന്താണ്? ഈ ബ്ലൂ കളറിൽ കാണുന്ന അല്ലെങ്കിൽ റൈറ്റ് സൈഡിലുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ജനറൽ സർക്കുലേഷനിലേക്ക് പോയാൽ മാത്രമേ ഉള്ളൂ സൈനോസിസ് ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു, ഒരു റിവേഴ്സൽ ഓഫ് ഷണ്ടിങ്ങിൽ ഇങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും കാരണം കൊണ്ട് ഈ റൈറ്റ് സൈഡിലെ പ്രഷർ ലെഫ്റ്റ് സൈഡിനേക്കാൾ കൂടിയാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക്, അതുപോലെ കൂടിയാൽ മാത്രം പോരാ, പ്രഷർ കൂടിയാൽ മാത്രം പോരാ, ഈ ലെഫ്റ്റ് ടു റൈറ്റ് എന്തെങ്കിലും അബ്നോർമൽ കണക്ഷൻസും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ബ്ലഡ് പോവുകയും അത് ജനറൽ സർക്കുലേഷനിലേക്ക് പമ്പ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ സൈനോസിസിനുള്ള സാധ്യതയുണ്ട്. അപ്പം അവിടെ നമ്മൾ പറയും സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഈ എസൈനോട്ടിക് ഹാർട്ട് ഡിസീസും സൈനോട്ടിക് ഹാർട്ട് ഡിസീസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ പലരുടെയും കമൻസ് ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട്, ചിലർ പേഴ്സണലായിട്ടൊക്കെ കമൻറ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ പറയുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പം ഇതിനെയൊക്കെ റിലേറ്റ് ചെയ്താണ് ഞാൻ ടോപ്പിക്സ് സെലക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ഇനിയും വീണ്ടും പുതിയ കുറച്ച് നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്നൊക്കെയാണ് ഞാൻ പല ടോപ്പിക്സും തിരഞ്ഞെടുക്കുന്നത്. ഇത് ഇങ്ങനെ പറഞ്ഞാൽ കാരണം ഇത് പലർക്കും സംശയമുള്ള ഏരിയ ആയിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ ടോപ്പിക്സ് ഒക്കെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കീപ് വാച്ചിങ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്നെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.